നമ്മുടെ നാട്ടിലെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ചിത്രീകരിക്കുന്നത്. യഥാർത്ഥ വിലായത്തിന്റെ അടയാളം അള്ളാന്റെ വലിയാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. കൃത്യമായ ഇബാദത്തുകളുടെ വിഷയത്തിൽ കണിശതയോടെ മുന്നോട്ട് പോകുന്നവരാണ് അള്ളാന്റെ യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞത്. എന്താണ് വലിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്നത്ത് ഉത്തരം പറയാം, മനിത്തഖല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനാണ് വലിയ എന്ന്. എന്നാൽ നമ്മുടെ നാട്ടിലെ വലിയ ഓൻ നിസ്കരിക്കാൻ പാടില്ല, ഓൻ പള്ളിയുടെ വരാതെ കാണാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ചിത്രീകരിക്കപ്പെടുക. അതായത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അയാൾ വലിയാണെന്നുള്ളത്. എന്തുകൊണ്ടാ? ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, നീണ്ട മുടി ഉണ്ടാവും, വെട്ടാത്ത മുടി ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, ആ രൂപത്തിലേക്ക് വലിയകള് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ടെന്നാണ്. പള്ളിക്ക് വരൂല, വരാതെ എന്ത് ചെയ്യും, ഏതെങ്കിലും കടയുടെ വരാന്തയിൽ ഇരിക്കും. ചോദിച്ചു കഴിഞ്ഞാലോ അദ്ദേഹത്തോടൊന്നും ചോദിക്കാൻ പാടില്ല, അദ്ദേഹം മക്കത്ത് നിസ്കരിച്ചു കൊടുക്കുകയാണെന്നാ പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് സുബ്ഹി നിസ്കാരത്തിൽ പള്ളിയിൽ ഇമാം നിൽക്കുമ്പോഴാണ്. എന്നാൽ ഇവരുടെ വലിയകൾ എവിടെയായിരിക്കും മരണപ്പെടുക? ഈ പറഞ്ഞ കോലത്തിലാണ് എന്ത് ചെയ്യുക, മരണപ്പെടുക എന്നാണ്. അപ്പൊ സഹാബാക്കളൊക്കെ പരിശോധിച്ച് നോക്കിക്കോ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ കണിശതയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥ വലിയകൾ. അതല്ലാതെ ഈ പറയുന്ന കോലത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വലിയകളെ നമുക്ക് നിർവചിക്കാനോ അവരാണ് വലിയാണെന്ന് നമുക്ക് പറയാനും പാടില്ല. നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇബാദത്തൊന്നും ചെയ്യാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മുടക്കം വരുത്തുന്ന ആളുകളാണ് വലിയകൾ എന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. നോമ്പ് നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് മുറിപ്പിക്കാം, അദ്ദേഹത്തിന് നോമ്പ് മുറിപ്പിച്ചു കൊടുക്കാം എന്നത് വലിയന്റെ അടയാളമായിട്ടൊക്കെ ഇവർ കാണുന്നുണ്ട് എന്നത് വളരെ അപകടമാണ്. സഹാബാക്കളെയും അതേപോലെ തന്നെ സാലിഹ്യങ്ങളായ മനുഷ്യന്മാരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.